ചേട്ടനാണ്. നീ കരഞ്ഞോ? സുന്ദരിന്റെ കൈ പിടിച്ചാ മതി. ഹലോ, ഞങ്ങള് ഒരുപാട് ദിവസമായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ്, അത് എന്നാണ് പോകാൻ പോണത് അതിന്റെ ഒരു സന്തോഷത്തിലാണ്. ഒരുപാട് ദിവസമായിട്ടോ പ്ലാൻ ഇട്ട് പെട്ടി പാക്ക് ചെയ്തിരിക്കണു. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ പോയിട്ടേലോ ബാക്കിന്ന് വെച്ചാൽ അങ്ങനെ പോവാണ്. അപ്പൊ ബാക്കിയൊക്കെ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. രാത്രി പെട്ടെന്ന് ഒരു പ്ലാനില്ലാതെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ. വയനാട് ഫുള്ള് കറങ്ങാൻ പോലെന്നുള്ളത്, അതും മെയിനായിട്ടും അഡ്വഞ്ചർ ചെയ്യണം എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ 6:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിയിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പോകുന്ന വഴിയിലാണെങ്കിലോ നല്ല രീതിയിൽ നല്ല കോട മഞ്ഞൊക്കെ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയുടെ അവസാനം വരെ കാണാൻ എന്തായാലും മറക്കരുത് കേട്ടോ. ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് കേട്ടോ. അഡ്വഞ്ചർ പാർക്കിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ഇനി അഡ്വഞ്ചർ ചെയ്യാൻ പോവാൻ. ഒരു ജീപ്പിൽ നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട്, അതായത് ഒത്ത മലയുടെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഈ അഡ്വഞ്ചർ ചെയ്യുക. അപ്പം ഞങ്ങൾക്കുള്ള ജീപ്പ് വന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ അതിൽ ഭയങ്കരമായിട്ട് അവിടെ ഇരിക്കുന്ന ആ ഏട്ടനെയൊക്കെ പരിചയപ്പെട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങളങ്ങനെ പോയിട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് അഡ്വഞ്ചർ സിംഗിളായിട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല, പേടി കൊണ്ട് കേട്ടോ. ചിപ്പിയും ചേച്ചിയൊക്കെ എല്ലാത്തിലും കയറിയെങ്കിലും ഞാൻ കയറിയില്ല കേട്ടോ. എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് കാവലിരുന്നു. അമ്മയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിലും അമ്മ എനിക്ക് കാവലിരുന്നു കേട്ടോ. പിന്നെ ഈ 3 ആൾ ഇരിക്കുന്നതിലും കയറിയില്ലെങ്കിൽ ഞാൻ വെറും ഇവിടെ വരെ വന്ന് വേസ്റ്റ് അല്ലേ വിചാരിച്ചാൽ അതിൽ കയറിയിട്ടോ. നീ കരഞ്ഞോ? സുന്ദരിന്റെ കൈ പിടിച്ചാ മതി കേട്ടോ. രണ്ട് സൈഡിലെ അമ്മയും കയറിയപ്പോഴാണെങ്കിൽ ഞാൻ ഒടുക്കത്തെ കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു വട്ടെങ്കിലും എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫ് വെറും വേസ്റ്റ് അല്ലേ വിചാരിച്ച് മരിച്ചാലും വേണ്ടില്ല വിചാരിച്ച് ഞാൻ അതിൽ അങ്ങോട്ട് കയറി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുഴിക്ക് എടുത്തു എന്ന് തന്നെ വിചാരിച്ചു. എങ്കിലും ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടു കേട്ടോ. ഞാൻ നല്ല ചട്ടിച്ചോറാണ് കേട്ടോ കഴിച്ചത്. വലിയ കുഴപ്പമില്ലാത്തൊരു ചട്ടിച്ചോറായിരുന്നു, എങ്കിലും കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റൂ കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമായൊന്നുമില്ല, പക്ഷേ വാങ്ങിയതല്ലേ വിചാരിച്ച് കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ വിട്ടത് ഒരു ലേക്കിലോട്ടാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ചെറിയൊരു തടാകമായിരുന്നു കേട്ടോ. 4 പുറം കാടൊക്കെ ആയിട്ട് ഈ തോണി തുഴയിൽ ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണെന്ന് കേട്ടോ ഞാൻ വിചാരിച്ച്. പക്ഷേ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവർ തുഴയുന്നുണ്ടപ്പോൾ നല്ല സിമ്പിൾ പരിപാടിയാണ് വിചാരിച്ചു കേട്ടോ. അവിടെ ലേട്ടൻ പറഞ്ഞു നിങ്ങൾ നേരെ കുറുവാദ്വീപിലോട്ട് വിട്ടു, നല്ല അടിപൊളി സ്ഥലമാണ് പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ ഒന്നും നോക്കാതെ നേരെ അങ്ങോട്ട് വിട്ടു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ കറക്റ്റായി അത് ക്ലോസ് ചെയ്തു. കഷ്ടകാലം കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ദ്വീപ് അടച്ചു. അപ്പൊ ഞങ്ങൾ വെറുതെ ചങ്ങാടത്തിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളെ അവർ ചങ്ങാടത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കറക്കി കേട്ടോ. വന്യജീവികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സഡൻലി അവിടെ നിന്ന് എടുത്ത് വേറൊരു പ്ലാനായിരുന്നു, നമുക്ക് നേരെ മൈസൂർ വിട്ടാലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ മൈസൂരിലോട്ട് വിട്ടു കേട്ടോ. പോകുന്ന വഴിയിൽ നല്ല ഉള്ളിവടയും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിനി മൈസൂരത്തെ വ്ളോഗായി അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.